എന്തുകൊണ്ട് ഞാൻ യൂട്യൂബ് വ്ളോഗിങ് നിർത്തി? വൈ ഐ സ്റ്റോപ്പിംഗ് യൂട്യൂബ് വ്ളോഗിങ്? യെസ്, ഇന്ന് ഞാൻ എൻ്റെ എൻ്റയർ സ്റ്റോറിയാണ് നിങ്ങളോട് പറയാൻ പോകുന്നത്. അതിനു മുമ്പ് അവസാനം ഞാൻ വ്ളോഗ് ചെയ്തത് ഏകദേശം 5 മാസം മുമ്പാണ്. ആ 5 മാസം മുമ്പ് നമ്മൾ ഡെയിലി വ്ളോഗിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്ക് പനി പിടിച്ച ഒരു കാര്യം ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്. ആ പനി പിടിച്ച വീഡിയോ അടക്കം നമ്മൾ വ്ളോഗ് ചെയ്തിട്ടുണ്ട്. ആ പനി പിടിക്കുന്നതിനേക്കാൾ 1 മാസം മുമ്പായിരുന്നു ഞാൻ കൊച്ചി കോയിത്തെ സെൻറ്ററിൽ എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നത്. പാസ്സാവുന്ന നല്ല പ്രതീക്ഷയുണ്ടായ എക്സാം ആയിരുന്നു. പക്ഷെ 8 നിലയിൽ അങ്ങ് പൊട്ടി തവിടോടിയായപ്പോൾ ഞാനടക്കം അങ്ങ് തകർന്നു പോയി, ഇല്ലാണ്ടായി എന്ന് വേണം പറയാനായിട്ട്. അതിനുശേഷമാണ് ഈ ഒരു പനി വന്നത്. അതായത് പനിയും ഈ എക്സാം പൊട്ടിയ തോൽവിയും രണ്ടും ഒരുമിച്ചായിരുന്നു നടന്നത്. പിന്നെ എനിക്ക് വന്നൊരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം കാണിച്ചു തരാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലത്ത് എനിക്ക് അറ്റ്ലീസ്റ്റ് നമ്മുടെ ബെഡ് പോലും ക്ലീൻ ചെയ്യില്ല, ഇവിടെ തന്നെ ഇരിക്കും, പല്ല് തേക്കും, എന്തെങ്കിലും ചിലപ്പോൾ കഴിക്കും, അല്ലെങ്കിൽ കഴിക്കില്ല, വീണ്ടും വന്ന് എടുക്കും. അങ്ങനെ തന്നെയായിരുന്നു കണ്ടിന്യൂസ് ഒരു 4-5 ദിവസം. ഫൈനലി ഐ ഫൗണ്ട് ദാറ്റ് ഐ ആം ഇൻ ഡിപ്രഷൻ സ്റ്റേജ്. പല ആൾക്കാരുടെ കയ്യിൽ നിന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഡിപ്രഷൻ എന്ന്. എനിക്ക് ആ ഒരു സിറ്റുവേഷൻ സർവൈവ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമായി ഞാൻ അവിടെ ലോക്കായി. കാരണം ഇത് പൊട്ടിയതിൻ്റെ ഒരു സങ്കടം, പനി, നമുക്ക് ഈ റൂമിൻ്റെ അകത്ത് നിന്ന്, അതായത് ഈ 4 ചുമരുകൾക്കുള്ളിൽ നിന്ന് എനിക്ക് പുറത്ത് കടക്കാൻ പറ്റാത്തൊരവസ്ഥ. ലൈക്ക് നമുക്ക് ആരോഗ്യം ഉണ്ടെങ്കിലല്ലേ പുറത്ത് പോകാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ആരോഗ്യമില്ല, മെൻ്റലി ഞാൻ ആകെ തളർന്നു. അപ്പോൾ ആ ഒരു 1-2 ആഴ്ച ഇങ്ങനെ ഞാനൊരു ഡിപ്രഷൻ സ്റ്റേജിൽ കൂടെ കടന്നുപോയി. ഐ ഹാവ് നോ ആൻസർ ഇഫ് ഐ സ്റ്റോപ്പ് ജർമ്മൻ ലാംഗ്വേജ് ഓർ റീസ്റ്റാർട്ട് ഇറ്റ്. എനിക്ക് അറിഞ്ഞൂടാ, അങ്ങനത്തെ ഒരു മൊമെൻറ്റിലാണ് നിൽക്കുന്നത്. അതിന് കാരണം എനിക്ക് B1 2 മൊഡ്യൂൾ ഓൾറെഡി കിട്ടി. ഇനി അത് ഞാൻ നിർത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ഏകദേശം 1.5-2 വർഷത്തോളം പോവുകയും ചെയ്യും. മാത്രമല്ല ആ പൈസയും ആ ടൈമും ആ എഫേർട്ടും എല്ലാം അവിടെ വേസ്റ്റ് ആവും. ഐ ഡോണ്ട് നോ വാട്ട് ഐ ക്യാൻ ഡു. ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുന്ന എല്ലാ പിള്ളേരും അനുഭവിക്കുന്ന ഒരു സ്റ്റേജാണിത്. അതെ, എന്ത് ചെയ്യണം, നിർത്തണോ അല്ലെങ്കിൽ വേറെ തുടങ്ങണോ എന്നുള്ളതിൻ്റെ ഒരു നമുക്കൊരു ഒന്നും കിട്ടില്ല. അങ്ങനെ ഞാൻ വേറെ കൺട്രികൾ അന്വേഷിച്ച് തുടങ്ങി. ആ പ്ലാൻ ഞാൻ വിട്ടു. അതെനിക്ക് എന്തായാലും നടക്കില്ല എന്ന് മനസ്സിലായി. ഫൈനലി ഐ ഡിസൈഡഡ്. അങ്ങനെ ഡിപ്രഷൻ്റെ ഒരു പീക്കിലിരിക്കുന്ന സമയത്താണ് അമ്മ എന്നോട് ധ്യാനത്തിന് പോകാനായിട്ട് പറയുന്നത്. എൻ്റെ ഒരു അവസ്ഥ അങ്ങനെ ആയതുകൊണ്ട് ഞാനും തീരുമാനിച്ചു, ലെറ്റ്സ് ഗോ ഫോർ എ ധ്യാനം. അതെ, 2024 ഒരു ഞായറാഴ്ച ഞാൻ ധ്യാനത്തിന് പോവുകയാണ് സുഹൃത്തുക്കളെ. 1-2 ദിവസത്തെ ധ്യാനമല്ല, മറിച്ച് ഒരാഴ്ചയായിരുന്നു ധ്യാനത്തിൻ്റെ ഡ്യൂറേഷൻ. ബട്ട് നോട്ട് ഇഷ്യൂ. ഞാൻ അങ്ങനെ ധ്യാനത്തിന് പോയി. ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ തിരിച്ചെത്തി. എൻ്റെ എൻറ്റയർ സംഭവം അങ്ങ് മാറി. ഞാനൊരു ഡിപ്രഷനിലാണ് അങ്ങോട്ട് പോയത് എന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഞാൻ അങ്ങ് കര കയറി. ജീസസ് റിയലി ടച്ച് മീ. ദാറ്റ് മൊമെൻറ്റ് വാസ് റിയലി അമേസിങ് ഫോർ മീ. ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്, ജിൻസെ, നിന്നെ ഏതൊക്കെ മനുഷ്യർ കൈവിട്ടാലും ഈശോ നിന്നെ കൈവിട്ടിട്ടില്ല, നിന്നെ താങ്ങി അങ്ങ് എടുക്കും. ആ താങ്ങ് എനിക്കും കിട്ടി. ഡയറക്റ്റ് തൊട്ടൊരു അനുഭവമുണ്ട്. തകർന്നിരിക്കുന്ന സമയത്ത് പ്രാർത്ഥിക്കുക, നന്നായിട്ട് പ്രാർത്ഥിക്കുക. പൊന്നു മോനെ, നമുക്ക് ആ എന്ത് തകർച്ചയാണോ അതിൽ നിന്ന് നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റും. ചെയ്ത ഒരാളാണ്, നിങ്ങൾക്കും ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾ എവിടെ വീണ് എടുക്കുന്നോ ദൈവത്തെ കൂട്ടുപിടിക്കുക, മനസ്സിലാക്കുക, സ്നേഹം മനസ്സിലാക്കുക. എന്നിട്ട് പഴയതിനേക്കാൾ വീണ്ടും തിരിച്ചു വരാനായിട്ട് ശ്രമിക്കുക. ഈ ഒരു സമയത്ത് ജോൺ ഫ്യൂസാഹൽ എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞൊരു കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മിക്കുകയാണ്. ഡിപ്രഷൻ ഈസ് ദ സോൾ വേ ഓഫ് ടെല്ലിങ് യു ടു ചേഞ്ച് സംതിങ് ഇൻ യുവർ ലൈഫ്, നോട്ട് ടു കട്ട് യുവർ ഓൺ ബാങ്ക്സ്. നമ്മുടെ സോള് നമ്മളോട് നീ ഇത് നിൻ്റെ ജീവിതത്തിൽ നിന്ന് അങ്ങ് മാറ്റണമെന്ന് പറയുന്ന ഒരു രീതിയായിട്ടാണ് അദ്ദേഹം വർണ്ണിച്ചിരിക്കുന്നത്. ആക്ച്വലി അത് സത്യമല്ലേ? നിങ്ങളുടെ അഭിപ്രായം അതൊന്ന് കമൻ്റ് ഇടണം. ആൻഡ് ഐ ആം ബാക്ക് ടു സ്റ്റാർട്ടിങ് നോർമൽ ഡെയിലി വ്ളോഗ്സ്. ഞാൻ ട്രൈ ചെയ്യാം. I'm not a biggest vlogger, but I will try to my maximum. Thank you for your huge support. And ഇനി നമ്മൾ സ്ഥിരമായിട്ട് വരുന്നതായിരിക്കും. Bye guys.